വിപിൻ ദാസ് തിരക്കഥ എഴുതി പുതുമുഖങ്ങളെ പ്രധാന കഥാപാത്രമാക്കി 2024 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വാഴ. ചിത്രത്തിൽ കറഞ്ഞ ഭാഗത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ട ഹാഷിർ, മാഞ്ചിൻ, അലൻ, വിനായക് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമായി വാഴയ്ക്ക് രണ്ടാം ഭാഗം ഒരുങ്ങിയപ്പോൾ ഇത്രയും വലിയ വിജയം ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സബിൻസ സംവിധാനം ചെയ്ത തിയേറ്ററിലെത്തിയ ചിത്രം 235 കോടിയോളം നേടി കേരളത്തിൽ നിന്ന് ഇൻഡസ്ട്രി ഹിറ്റടിച്ചപ്പോൾ പുതിയ ചരിത്രമാണ് മലയാള സിനിമയിൽ പിറന്നത്. ഇൻസ്റ്റാഗ്രാം റീലിലൂടെ ശ്രദ്ധേയരായ ഹാൻഷറും ഗ്യാങ്ങും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മലയാളത്തെ സിനിമയ്ക്ക് പ്രതീക്ഷയേകുന്ന പുതിയ അഭിനേതാക്കളും ചിത്രത്തോടെ ലഭിക്കുകയായിരുന്നു. ചിത്രത്തിന്റെ പ്രകടനത്തിലൂടെ തന്റെ ആരാധക പിന്തുണ വർദ്ധിച്ച ഹാഷിറിന്റെ അടുത്ത ചിത്രമായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഒന്നടങ്കം. ഈ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ടാണ് ജിതിൻ സംവിധാനം ചെയ്യുന്ന ഞൊടി വൺ മോർ ടൈം എന്ന താൻ നായകനാകുന്നുണ്ടെന്ന വാർത്ത ഹാഷിർ പുറത്തുവിട്ടത്. വലിയ ആവേശത്തോടെയാണ് സിനിമാ ലോകം ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഏറ്റെടുത്തത്. ഹാഷിറിനൊപ്പം ചന്തു സലീം, അൽ അമീറും ലുക്മാൻ അവറാൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അഭ്യൂഹങ്ങളിലൊന്നാണ് രണ്ടാമത്തെ ചിത്രത്തിന് വേണ്ടിയുള്ള ഹാഷിറിന്റെ സാലറി. നായകനാകുന്ന രണ്ടാമത്തെ മാത്രം ചിത്രത്തിനായി 1 കോടി രൂപയോളമാണ് താരം പ്രതിഫലമായി ആവശ്യപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഇപ്പോൾ സിനിമാ ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട്. ആദ്യ ചിത്രം തന്നെ ഇൻഡസ്ട്രി ഹിറ്റാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഹാഷിറിന് രണ്ടാമത്തെ ചിത്രത്തിന് 1 കോടി വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ്. ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ വമ്പൻ കളക്ഷൻ നേടിത്തരാൻ തക്ക ഇമ്പാക്റ്റ് ഹാഷിറിന്റെ പ്രേക്ഷകർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നും പലരും അഭിപ്രായപ്പെടുന്നു. ഹാഷിറിനെ നായകനാക്കിയാൽ സമൂഹമാധ്യമങ്ങളിൽ തന്നെ ചിത്രത്തിന് നല്ല പ്രൊമോഷൻ ലഭിക്കുമെന്നും ഈ പണം ലാഭമെന്നും കമന്റുകളുണ്ട്. ടൊവിനോ തോമസും ബേസിൽ ജോസഫും പ്രധാന വേഷത്തിലെത്തിയ അതിരടിയിൽ ഹാഷിർ ക്യാമിയോ റോളിൽ എത്തിയപ്പോൾ ലഭിച്ച സ്വീകാര്യതയെക്കുറിച്ചും പലരും ഓർമ്മിപ്പിക്കുന്നു.